ഹലോ, അസ്സലാമു അലൈക്കും ഗായ്സ്. ഞാൻ ഇന്ന് ചെറിയൊരു സിമ്പിള് റൊട്ടി, അതായത് ഉർമാൻ റൊട്ടി എന്ന് പറയും. അഫ്ഗാനികളെ ഉർമാൻ റൊട്ടിയാണ് ഞാൻ ഒരുപാട് വർഷമായി ചൂടാത്തത്. ഏകദേശം ഞാൻ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് നടത്തുമ്പോൾ ചുറ്റുണ്ടായിരുന്നു. മുമ്പ് ദുബൈയിൽ നിന്ന് ചുട്ടിരുന്നു. ദുബൈയിൽ നിന്ന് നല്ല ഫേമസ് ആയിരുന്നു എനിക്ക് ഈ ഉർമാൻ റൊട്ടി. അഫ്ഗാനികളെ റൊട്ടിയാണ് ഇത്. അഫ്ഗാനികൾ ഓടിൻ്റെ പുറത്ത്, ഡ്രമ്മിൻ്റെ പുറത്ത് അങ്ങനെ ചൂടുന്ന ഒരു സാധനമാണ് ഈ ഉർമാൻ റൊട്ടി എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ അവൈലാവുന്നത് കേരളത്തിലിപ്പം ഓരോരോ ഫാസ്റ്റ് ഫുഡിൽ അവൈലാണ്. ഹിന്ദിക്കാരാണ് ചൂടുന്നത്, മലയാളികളൊന്നുമല്ല. മലയാളികൾക്കൊന്നും അങ്ങനെ ഉർമാൻ റൊട്ടിനെ പറ്റി അറിയില്ല. പക്ഷേ ഹിന്ദിക്കാർ വന്നിട്ട് ഏകദേശം ഫാസ്റ്റ് ഫുഡിലെല്ലാം അവൈലായിട്ട് ചൂടുന്നുണ്ട് ഉർമാൻ റൊട്ടി. പക്ഷേ ചെറുതാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉർമാൻ റൊട്ടിൻ്റെ മാവാണ് ഇപ്പോൾ ആദ്യം കുഴക്കുന്നത്. ചുടുന്നത് പിന്നെ കാണിക്കാം. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും. കുറച്ചേലും ഒരു 6-8 എണ്ണം നമ്മൾ 8 പേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മാത്രം. കടയിൽ വിൽക്കാനല്ല, ഞാൻ നമുക്ക് കഴിക്കാനായിട്ട് കുറേ കാലമായി തിന്നാതാണ്. ഒന്ന് തിന്നാക്കാന്നൊരു പുതിയൊരു ചുടുന്നതാണ്. ഉണ്ടാക്കാനല്ല, ഉണ്ടാക്കണമെങ്കിൽ ഇതിന് എക്സ്ട്രാ പണി തന്നെ എടുക്കണം. ഇത് വേറെ പണീൻ്റെ ഇടയിൽ ഇത് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ റൂട്ട് വേറെ തന്നെ, ഉർമാൻ റൊട്ടിയുടെ റൂട്ട് വേറെ തന്നെയാണ്. ഇത് ഇടുന്ന സാധനം ഞാൻ ഇപ്പം ഇത് കാണിക്കുന്നില്ല. ഇട്ട സാധനം ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നീട് ഞാൻ പറയാം. ഇത് ഞാൻ 5-6 ഐറ്റം സാധനം ഇടണം. അതിലിട്ട് കഴിഞ്ഞ് അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇത് നമ്മളെ പാകിസ്ഥാനികളെ റൊട്ടി ഇല്ലേ, തന്തൂർ റൊട്ടി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ മാവൻ അടിക്കേണ്ടത്. പക്ഷേ ഇത് റൊട്ടി പറയുന്നേ ഇതൊന്നുമില്ല. ഉർമാൻ റൊട്ടി എന്നാ ഇങ്ങനെ പറയല്ലേ. നമ്മളെ കേരളത്തിൽ ഒരുപാട് കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് മലയാളം സ്ഥലത്തും അവൈലബിൾ ആണ്. ഹിന്ദിക്കാരുടെ പുറത്ത് വന്നിട്ട് ചൂടുന്നത്, ഹിന്ദിക്കാർ ചൂടുന്നുണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു റൊട്ടിയാണ് കേട്ടോ. അവിടെ ഉർമാൻ റൊട്ടി ചെറുത്താണ്. വലിയ റൊട്ടിയാണ്. ഞാൻ ചൂടുന്നത് വലിയ റൊട്ടിയാണ്. അപ്പം മാവ് റെഡിയായി. ഇതാണ് മാവ് റെഡിയായിരിക്കുന്നു. ഓക്കെ.